രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നാം പരാതിക്കാരി, 3 പരാതിക്കാരികളായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങളും നിർബന്ധിത ഗർഭഛിദ്രവും സാമ്പത്തിക ചൂഷണവും ഒക്കെ ആരോപിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലായി പരാതി നൽകിയിരുന്നത്. ആ 3 കേസുകളിലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിവിധ കോടതികൾ, ഹൈക്കോടതി ഉൾപ്പെടെ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയുമാണ്. പക്ഷേ പരാതിക്കാരികൾ വിടുന്നില്ല. പരാതിക്കാരികളല്ല വിടാത്തത്, പരാതിക്കാരികളുടെ പിന്നിൽ ചരട് വലിക്കുന്ന ഈ കള്ളപ്പരാതിക്കാരികളെ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവ നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടിക്കെതിരെ, കോൺഗ്രസ് പാർട്ടിയെ തന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സി പി എമ്മിലെ ഉന്നതർ നടത്തിയ ഗൂഢാലോചന, അതോടൊപ്പം അണിചേർന്നുകൊണ്ട് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്ന, അല്ലെങ്കിൽ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഇവരൊക്കെ ചേർന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ നിന്ന് ഏറ്റവും കരുത്തുറ്റ കോൺഗ്രസിലെ ഈ യുവ നേതാവിനെ വെട്ടിമാറ്റാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു 3 പരാതികളും എന്ന് ഇന്ന് കേരളീയ പൊതുസമൂഹം തിരിച്ചറിഞ്ഞതാണ്. കാരണം വ്യത്യസ്തങ്ങളായ കോടതികൾ, ഹൈക്കോടതി ഉൾപ്പെടെ വളരെ കൃത്യമായി മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം ഈ പരാതിക്കാരികളെ ബലാത്സംഗം ചെയ്തിട്ടില്ല. ഇവർ തമ്മിലുണ്ടായിരുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ്. നിർബന്ധിത ഗർഭഛിദ്രം എന്നുള്ള പരാതിയും കോടതി തള്ളിക്കളയുന്നു. കാരണം ഈ ഗർഭിണിയായ യുവതി, ആ യുവതിയുടെ ഇഷ്ടപ്രകാരം ആ യുവതി തന്നെയാണ് ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് കഴിക്കുന്നത്. സാമ്പത്തികമായ ചൂഷണങ്ങൾ നടത്തിയിട്ടില്ല. ഇതൊക്കെ ബോധ്യമായ കാര്യങ്ങളാണ്. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരാഴ്ച മുമ്പ് രണ്ടാം പരാതിക്കാരിയാണ് പരാതി KPCC പ്രസിഡന്റിന് നൽകിയിരുന്നത്. എവിടെയോ ഏതോ വിദേശ രാജ്യത്തുള്ള പരാതിക്കാരിയാണ് ഇമെയിൽ സന്ദേശം KPCC പ്രസിഡന്റിന് നൽകി. സണ്ണി ജോസഫ് അത് നമ്മുടെ പോലീസ് വിഭാഗത്തെ ഏൽപ്പിച്ചു. അതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യമില്ല കേസുണ്ടായത്. ആ പരാതിക്കാരി ഈ 2 ആഴ്ച മുമ്പ് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണം. കാരണം രാഹുൽ മാങ്കൂട്ടം തന്നെ വാട്സപ്പിൽ വിളിക്കാൻ ശ്രമിച്ചു. അത് തന്നെ സ്വാധീനിക്കാനോ തന്നെ ഭീഷണിപ്പെടുത്താനോ ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ മുൻകൂർ ജാമ്യ വ്യവസ്ഥകൾ രാഹുൽ മാങ്കൂട്ടം തെറ്റിച്ചു. അതുകൊണ്ട് മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണം. ഇതായിരുന്നു രണ്ടാം പരാതിക്കാരിയുടെ ആവശ്യം. അത് കഴിഞ്ഞ ആഴ്ച കോടതി അത് തള്ളി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിൽ നിന്ന് ഒരു മിസ്ഡ് കോൾ പരാതിക്കാരിയുടെ ഫോണിലേക്ക് എത്തിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഈ പരാതിക്കാരിയുടെ അമ്മ, ഇവരൊക്കെ നിരന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പോസ്റ്റിന് ഇവർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ആ പരാതിക്കാരിയെ വിളിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു മിസ്ഡ് കോൾ അങ്ങോട്ട് പോയതിന് കാരണം അതിന് തൊട്ട് മുമ്പ് പോലും പരാതിക്കാരിയുടെ അമ്മ ഇങ്ങോട്ടേക്ക് മെസ്സേജുകൾ അയക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിന് ഈ പരാതിക്കാരി റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ യാതൊരു തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലിന്റെയോ അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട സ്വാധീനത്തിന്റെയോ ഒരു അംശവും ഇല്ല എന്ന് കണ്ടിട്ട് കോടതി ആ മുൻകൂർ ജാമ്യം തള്ളണം എന്നുള്ള അപേക്ഷ റദ്ദ് ചെയ്തു. ഇതാ ഏറ്റവും അവസാനം ഇന്ന് മറ്റൊരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മറ്റൊരു പരാതി ഇന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. ആ വിധി പോലും നമ്മുടെ പരമ്പരാഗത TV ചാനലുകൾ, ഞാൻ ഇന്ന് കൈരളി ഇതെങ്ങനെയാ കൊടുത്തത് നോക്കിയിട്ടോ, കൈരളി കൊടുത്ത, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടാണ് ഇന്ന് സുപ്രീം കോടതി വിധി. അത് ആദ്യം തന്നെ പറയട്ടെ, ഇന്നത്തെ സുപ്രീം കോടതി വിധി, ആ സുപ്രീം കോടതിയിൽ പരാതി നൽകിയത് ആരാണ് അറിയോ? 1ാം പരാതിക്കാരിയാണ്. ഇതിലെ ഏറ്റവും വലിയ കള്ളപ്പരാതിയാണ് എന്ന് അഡ്വക്കേറ്റ് ദീപ ജോസഫ്, സുപ്രീം കോടതിയിലെ അഭിഭാഷക ദീപ ജോസഫ് ആണ് ആദ്യമായി പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. 1ാം പരാതിക്കാരി എവിടെയാ പരാതി കൊടുത്തതെന്ന് മറന്നു പോകരുത് കേട്ടോ. കാരണം ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഗസ്റ്റിലിട്ടാണ് ഈ സംഭവം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ആദ്യം ഉയർത്തിയത് പൊതുമണ്ഡലത്തിൽ
റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഒരു ഒരു സിനിമാ നടി എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീ, അത് കഴിഞ്ഞിട്ട് ഹണി ഭാസ്കർ, പിന്നെ എന്താ പറയാ നമ്മുടെ ഇതിൽ തന്നെയുള്ള ഷഹനാസ്, അങ്ങനെ അങ്ങനെ കുറെ സ്ത്രീകളൊക്കെ ചേർന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണങ്ങളുടെ ഒരു പുകമറ സൃഷ്ടിച്ചത്. പക്ഷെ യഥാർത്ഥത്തിലുള്ള പരാതിക്കാരി രംഗത്ത് വന്നിരുന്നില്ല. പക്ഷേ ആ പരാതിക്കാരിയുടെ സ്ക്രീൻഷോട്ടുകൾ, ഈ വാട്സപ്പിലെ സ്ക്രീൻഷോട്ടുകൾ, ഈ ഓഡിയോ സംഭവങ്ങൾ, ഇതൊക്കെ നമ്മുടെ റിപ്പോർട്ടർ ചാനലും അതേപോലുള്ള ചില ചാനലുകളൊക്കെ ഇത് എന്താ പറയാ, ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ ഒരു ലൈംഗിക വൈകൃതക്കാരൻ, ഒരു സൈക്കോപാത്ത്, ലൈംഗിക വേട്ടക്കാരൻ, ആ രീതിയിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയ്ക്കുണ്ടായി. അവസാനം ഈ സർക്കാർ തന്നെ ഒരു അന്വേഷണ കമ്മീഷനല്ല, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു. ആരാണ് ഈ പരാതിക്കാരിയുണ്ടോ എന്ന് പറഞ്ഞാണ്ട് ഈ അന്വേഷണ കമ്മീഷൻ നാടുനീളം നടന്നു. പരാതിക്കാരികളൊന്നും വന്നില്ല. പക്ഷെ അവസാനം ഈ മറ്റേ സ്വർണ്ണക്കൊള്ളയും കാര്യങ്ങളൊക്കെ വന്ന് സർക്കാർ ആകെ പ്രതിക്കൂട്ടിലായപ്പോൾ ഈ പരാതിക്കാരിയുണ്ട് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെല്ലുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ട് പരാതി കൊടുക്കുകയാണ് ഒന്നാം പരാതിക്കാരി. ആ ഒന്നാം പരാതിക്കാരിയുടെ വാട്സപ്പ് ചാറ്റുകളും ഈ ഓഡിയോ സംഭവങ്ങളൊക്കെയാണ് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഈ പൊതു വേദിയിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ഈ TV ചാനലുകളിലൂടെ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ പുറത്തു വരാത്ത ലൈംഗിക എന്താ പറയാ പരാതിക്കാരി, അല്ലെങ്കിൽ ഈ പരാതിക്കാരി 2 മാസങ്ങൾക്ക് ശേഷം 2-3 മാസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നു, പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ അതിഭീകരമായ ആരോപണങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടം എന്താ പറയാ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. വളരെ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നാം പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്ന്, വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി, നിർബന്ധിത ഗർഭഛിദ്രം നടത്തി. പോരെ, അത് തന്നെ ധാരാളമല്ലോ. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി, നിന്നെ ഗർഭിണി ആക്കണം, അല്ലെ നീ ഗർഭം ധരിക്കണം, എനിക്ക് നിന്നെ ഒരു കുഞ്ഞു വേണം എന്നൊക്കെ പറഞ്ഞ് ആണത്രേ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് പരാതിക്കാരി ചോദിക്കുന്നുണ്ട്, ഞാൻ പിൽസ് കഴിക്കണോ ചേട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിൽസ് കഴിക്കണ്ട, എനിക്ക് കുട്ടി വേണം എന്നൊക്കെ പറഞ്ഞത്രേ. അത് കഴിഞ്ഞിട്ട് നിർബന്ധിത ഗർഭഛിദ്രം നടത്തി എന്നൊക്കെയായിരുന്നു പരാതിക്കാരി. ആ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഏതായാലും ആ പരാതിയിൽ ഒരു കഴമ്പുമില്ല. രാഹുൽ മാങ്കൂട്ടം ആ ബലാത്സംഗം ചെയ്തിട്ടില്ല, പരസ്പര സമ്മതത്തോടെയായിരുന്നു. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ടും പരാതിക്കാരി വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ പോയിട്ടുണ്ട്, 2-3 ദിവസം വരെ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ബലാത്സംഗം നടന്നില്ല. ബലാത്സംഗം നടന്നിട്ടാണെങ്കിൽ പിന്നെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തെ തേടി ചെല്ലുമോ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ പരസ്പര ഇഷ്ടമായിരുന്നു. അതിന്റെ ഇടയിൽ എന്തോ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. അത്തരത്തിൽ ചില സൗന്ദര്യപ്പിണക്കങ്ങളോ അല്ലെങ്കിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്കിടയിൽ, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഗർഭഛിദ്രത്തിന്റെ കഥയെടുത്താൽ തന്നെ ഈ സ്ത്രീ, അഭ്യസ്തവിദ്യയായ സ്ത്രീ, ഒരു ടെലിവിഷൻ ചാനലിന്റെ ആങ്കർ ഒക്കെയാണ് ഈ പരാതിക്കാരി എന്നാണ് പറയുന്നത്. അവർ അത്രയും വിദ്യാഭ്യാസമുള്ള, അത്രയും പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന ആ സ്ത്രീയെ നിർബന്ധിച്ച് വായ കുത്തി തുറന്ന് രാഹുൽ മാങ്കൂട്ടം ഈ ഗർഭചിത്രത്തിലുള്ള മരുന്ന് വായിൽ കുത്തിക്കയറ്റിങ്ങാണ്ട് വായ അടപ്പിച്ചു എന്നല്ല. ആ യുവതി തന്നെയാണ് ഈ മരുന്ന്, ഈ രാഹുൽ മാങ്കൂട്ടം കൊടുത്തയച്ച ഈ ഗർഭചിത്രത്തിലുള്ള മരുന്ന് ആ യുവതി തന്നെയാണ് കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിർബന്ധിത ഗർഭചിത്രവുമില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒന്നാം പരാതിക്കാരിയുടെ പരാതി കള്ളത്തരമാണ് എന്ന് പൊതുമണ്ഡലത്തിൽ തെളിഞ്ഞു. അപ്പോഴാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്, സുപ്രീം കോടതിയിലെ അഭിഭാഷകയായ ദീപ ജോസഫാണ് ആദ്യമായി പൊതുസമൂഹത്തിൽ പറഞ്ഞത്, ഈ പരാതിക്കാരി ആനക്കള്ളിയാണ്, ഈ പരാതിക്കാരിയുടെ ഈ പരാതി എന്ന് പറഞ്ഞാൽ കള്ളപ്പരാതിയാണ്, ഇവർ വിവാഹിതയാണ്. അപ്പോഴാണ് പൊതുസമൂഹം ആദ്യമായിട്ട് അറിഞ്ഞത് ഈ ഒന്നാം പരാതിക്കാരി എന്ന് പറഞ്ഞ് വിവാഹിതയാണ്, വിവാഹിതയായ സ്ത്രീയാണ് വന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ വഞ്ചിച്ചു. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഇത് കള്ളി വെളിച്ചത്തായപ്പോഴാണ് ഈ പരാതിക്കാരി പറഞ്ഞത് എന്റെ വിവാഹം 4 ദിവസമേ നീണ്ടു നിന്നുള്ളൂ, വിവാഹം ഞാൻ ഒഴിഞ്ഞു. അപ്പോഴാണ് രാഹുൽ ഈശ്വർ തുടങ്ങിയ ആൾക്കാരൊക്കെ ബന്ധപ്പെട്ടത്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കില്ലേ വിവാഹം ഒഴിഞ്ഞു? അതെന്താണപ്പാ വിവാഹം ഒഴിയൽ? നമ്മൾ സാധാരണ ഈ വിവാഹിതരായവർ എന്താ പറയാ, അവർ തമ്മിൽ വേർപിരിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ വേർപിരിയുകയാണെങ്കിൽ അവര് അതിനുള്ള നിയമവഴികൾ സ്വീകരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ ഡിവേഴ്സിന് വേണ്ടി അപേക്ഷിക്കും, അത് ഡിവേഴ്സ് കൊടുക്കും. അങ്ങനെയൊക്കെ ഡിവേഴ്സ് ആയി പോയാൽ ശരി, വിവാഹമോചനം നേടിയിട്ടില്ലാന്നേ, വെറുതെ കള്ളത്തരം പറഞ്ഞാണ്. 4 ദിവസമേ വിവാഹം നീണ്ടു നിന്നിട്ടുള്ളൂ, ഞങ്ങളവിടെ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ സ്ത്രീ വിവാഹിതയാണ്. അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നീട് അറിയാലോ. ഈ യുവതിയുടെ ഭർത്താവ് പിന്നെ എന്റെ കുടുംബം തകർത്തു എന്നൊക്കെ പറഞ്ഞാണ്ട് ഈ ഒന്നാം പരാതിക്കാരിയുടെ ഭർത്താവ് രംഗത്ത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഏറ്റവും
ഏറ്റവും വലിയ കള്ളപ്പരാതി എന്ന് പറയുന്നത് ഒന്നാം പരാതിക്കാരിയുടെയാണ്. ആ ദീപ ജോസഫിന്റെ 2 പോസ്റ്റുകൾ ഇപ്പോഴും അവരുടെ ഈ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നോക്കാം വളരെ കൃത്യമായി ഒന്നാം പരാതിക്കാരി ഏതൊക്കെ തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിച്ചത്. യഥാർത്ഥത്തിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെയാണ് ചൂഷണം ചെയ്തത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ദീപ ജോസഫ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ പോസ്റ്റുകൾ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. 2 പോസ്റ്റുകൾ ഉണ്ട് കേട്ടോ ആ പരാതിക്കാരികൾക്കെതിരായി. ഞാനത് സമയക്കുറവ് കൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ആ ഒന്നാം പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലാണ് പോയത്. എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ പിന്നിലുള്ള ശക്തികൾ നിങ്ങൾക്ക് അറിയാലോ. രാഹുൽ മാങ്കൂട്ടത്തെ വിടാതെ പിടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാരിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന CPM-ലെയും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെയും ആളുകള് രാഹുൽ മാങ്കൂട്ടത്തെ അയാളെ തകർത്തേ അടങ്ങൂ. ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തോട്ടെ, സെഷൻസ് കോടതിയെ കൊടുത്തോട്ടെ, നമ്മൾ സുപ്രീം കോടതി വരെ പോകും, രാഹുൽ മാങ്കൂട്ടത്തെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലാണ് ഇവര് സുപ്രീം കോടതിയിൽ കൊടുത്തത്. മുദ്രവെച്ച കവറിലായിരുന്നു ഇവർ ഈ പരാതി കൊടുത്തത് കേട്ടോ. അതായത് ജാമ്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ജാമ്യം, ഹൈക്കോടതി അനുവദിച്ച ജാമ്യം. ഹൈക്കോടതിയാണ് ഒന്നാം പരാതിക്കാരി നൽകിയ ഈ പറയുന്ന ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത് സെഷൻസ് കോടതിയല്ല, ഹൈക്കോടതിയാണ് കേട്ടോ. അത് മറന്നുപോകരുത്. ഹൈക്കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഒന്നാം പരാതിക്കാരി ഇവിടെ പോയത്, സുപ്രീം കോടതിയിൽ പോയത്. ഇന്ന് ഈ സുപ്രീം കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം അങ്ങനെ റദ്ദ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാണ്ട് ഈ പരാതിക്കാരിയുടെ പരാതി എടുത്തങ്ങാണ്ട് പൊട്ടയിലിട്ടതിന്റെ വാർത്ത നമ്മളോട് ആദ്യം പറഞ്ഞത് ആരാണെന്ന് അറിയോ? ഫെനി നൈനാനാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ ഒരു പോസ്റ്റ് ഇന്ന് രാവിലെ ആ കോടതി വിധി വന്ന ഉടനെ ഫെനി നൈനാന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ന് മാധ്യമങ്ങളിൽ വരാനിടയില്ലാത്ത ഒരു വാർത്ത നിങ്ങളോട് പറയാനാണ് ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ കോടതി വിധികൾ ഉണ്ടായാൽ ഇതൊന്നും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ വാർത്തയല്ലത്. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കൊടുത്താൽ ഒന്നും വാർത്തയില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ വരുന്ന കള്ളപ്പരാതികൾ പോലും ഇവർ ദിവസങ്ങളോളം ചർച്ച ചെയ്ത് രാഹുൽ മാങ്കൂട്ടം ലോകത്തെ ഏറ്റവും വലിയ പെണ്ണുപിടിയനാണ്, ലോകത്തെ ഏറ്റവും വലിയ സൈക്കോപാത്താണ്, ലോകത്തെ ഏറ്റവും വലിയ ലൈംഗിക വൈകൃതക്കാരനാണ് എന്നൊക്കെ ഇവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ അർദ്ധരാത്രിയോളം ചർച്ച ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വിധി ഉണ്ടായാൽ ഈ പറയുന്ന ചാനലുകൾ, പ്രത്യേകിച്ചും കൈരളി ചാനല്, റിപ്പോർട്ടർ ചാനൽ പൂട്ടാൻ പോവുകയാണ്. അത് വേറൊരു കാര്യം. മാത്രമല്ല എല്ലാ ചാനലുകളും, മനോരമയാവട്ടെ, മാതൃഭൂമിയാവട്ടെ, ഏഷ്യാനെറ്റ് ആവട്ടെ, എല്ലാവരും രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണെന്നുള്ള രീതിയിൽ അനുകൂലമായ വിധി ഉണ്ടായാൽ പോലും അക്കാര്യം റിപ്പോർട്ട് ചെയ്യില്ല. അതാണ് ഫെനി നൈനാൻ തന്റെ പോസ്റ്റിൽ പറയുന്നത്. ഇന്ന് മാധ്യമങ്ങളിൽ വരാനിടയില്ലാത്ത ഒരു വാർത്ത നിങ്ങളോട് പറയാനാണ് ഈ പോസ്റ്റ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്ത ഉണ്ടായിരുന്നു, രാഹുലിന് നിർണായകം. ഇവരങ്ങനെ പറയും, കോടതി വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് പറയും രാഹുലിന് നിർണായകം, രാഹുൽ തീർന്നുപോയി, നിർണായകം. അവസാനം വിധി രാഹുലിന് അനുകൂലം. മിണ്ടാട്ടില്ല, എല്ലാവരുടെ വായും പഴമാണ്. അപ്പോഴാണ് ഫെനി നൈനാൻ പറയുന്നത്, സുപ്രീം കോടതിയിൽ ഒന്നാമത്തെ പരാതിക്കാരി ഹൈക്കോടതി രാഹുലിന് നൽകിയ ജാമ്യം തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് കൊടുത്ത ഹർജി പരിഗണിക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. എന്നിട്ടോ സുപ്രീം കോടതി പരാതിക്കാരി കൊടുത്ത ഹർജി ഇന്ന് ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. അതാണ് ഇന്ന് സംഭവിച്ചത്. ഫയലിൽ പോലും സ്വീകരിക്കാതെ സുപ്രീം കോടതി ആ പരാതി തള്ളിക്കളഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം അങ്ങനെ റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ഏറ്റവും വലിയ എന്താ പറയാ പോസിറ്റീവായ കാര്യം സുപ്രീം കോടതി വരെ പറയുന്നു, മുൻകൂർ ജാമ്യം കൊടുത്തത് അങ്ങനെ റദ്ദ് ചെയ്യാൻ പറ്റില്ല, അതിന് മാത്രം വലിയ പാപമൊന്നും രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരാണ് സുപ്രീം കോടതിയാണ്. പക്ഷെ അത് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുകൊണ്ടാണ് ഈ ഒന്നാം പരാതിക്കാരി സുപ്രീം കോടതി പോയത്. അന്ന് ഈ വാർത്ത അത് കഴിഞ്ഞിട്ട് ആ വാർത്തയിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പേ ഫെനി നൈനാന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: സുപ്രീം കോടതി പരാതിക്കാരി കൊടുത്ത ഹർജി ഇന്ന് ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. ഇനി അങ്ങോട്ട് സത്യം ജയിക്കുന്ന ദിവസങ്ങളാണ് എന്നാണ് ഫെനി നൈനാൻ പറയുന്നത്. സത്യമാണത്. ഇനി മുതൽ സത്യം ജയിക്കുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. ഇപ്പൊ അറിയാലോ, രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിനുള്ളിൽ ഇത്രയും കോൺഗ്രസിനോട് ആത്മാർത്ഥതയുള്ള മറ്റൊരു യുവ നേതാവുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ആയിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ ഒരു തർക്കവും വേണ്ട, അവിടെ രാഹുൽ മാങ്കൂട്ടം നേരത്തെ നേടിയ 18,000-ൽ കൂടുതൽ വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടം ആ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിച്ചത്.
അല്ലേ? ഷാഫി പറമ്പിലിന് പകരം അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ MP ആയി പോയപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടിയ രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ പാലക്കാട് മത്സരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ ലൈംഗിക ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പാർട്ടി വലിയ നന്മമരമായ എന്താ പറയാ VD സതീശൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എല്ലാ സ്ഥാനമാനങ്ങളും എടുത്തു കളഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പുറത്തു നിന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി പോരാടുകയാണ്. കോൺഗ്രസിലെ നേതാക്കന്മാർക്ക്, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അപ്പോഴൊക്കെ ഇടപെടുകയും പിണറായി വിജയനെ മുഖത്ത് നോക്കിയടോ പിണറായി വിജയ എന്ന് കൈവിരൽ ചൂണ്ടിക്കൊണ്ട് വിളിച്ച രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും അതേപോലെ ഓരോ കാര്യങ്ങളിലും പിണറായി വിജയന് നേരെ കൈവിരൽ ചൂണ്ടുകയാണ്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം നേരത്തെ ഹാഷ്മിയുമായി ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ എന്നെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി, ശരി തന്നെ. പക്ഷേ എന്നിലെ കോൺഗ്രസ്സുകാരനെ പുറത്താക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പുറത്താക്കിയാലും ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഒരുപാട് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര വിമത സ്ഥാനാർത്ഥികൾ വന്നു, അല്ലെ? സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന് പേരിൽ എത്ര കലഹങ്ങൾ, എത്ര പൊട്ടലും ചീറ്റലും നടന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വളരെ മാന്യനായി. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അവിടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നോ. സ്വതന്ത്രനായി പോലും മത്സരിക്കാതെ രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കുകയാണ്. അത്രമാത്രം പാർട്ടിയോട് കൂറു പുലർത്തുന്ന, പാർട്ടിയോട് സ്നേഹമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അപ്പോഴും തകർക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനുള്ളിലുള്ളൊരു വിഭാഗവും ഈ CPM-ലെ നേതൃത്വവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പരാതിക്കാരികൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകുന്നതും സുപ്രീം കോടതി പറയുന്നു ശരി, നിങ്ങളുടെ ഈ പരാതികളൊന്നും അങ്ങനെ കണക്കിലെടുക്കാൻ പറ്റില്ല, അതിലൊരു കഴമ്പുമില്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി കൊടുത്ത മുൻകൂർ ജാമ്യം നിലനിൽക്കും എന്ന് പറയുമ്പോഴാണ് ഫെനി നൈനാൻ പറയുന്നത് ഇനി അങ്ങോട്ട് സത്യം ജയിക്കുന്ന ദിവസങ്ങളാണ്. സുപ്രീം കോടതി പോലും രാഹുൽ മാങ്കൂട്ടത്തിന് നീതി നൽകിയിരിക്കുന്നു. രാഹുലിന്റെ പക്ഷത്താണ്, പരാതിക്കാരികളുടെ പക്ഷത്തല്ല. പരാതിക്കാരികൾ പറഞ്ഞത് സുപ്രീം കോടതി കേട്ടിട്ടില്ല. ആ പരാതി ഫയലിൽ പോലും സ്വീകരിക്കാതെ കളഞ്ഞു. ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരാൻ പോകുന്ന ദിവസങ്ങളാണെന്ന് പറയുന്നത്. ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഇനിയും പുറത്തു വരും എന്ന് പറഞ്ഞാൽ ഈ 3 പരാതിക്കാരികളും കള്ളപ്പരാതിക്കാരികളാണ് എന്ന് കോടതി തന്നെ വരും ദിവസങ്ങളിൽ പറയുമെന്ന ശുഭപ്രതീക്ഷയാണ് ഫെനി നൈനാൻ പുലർത്തുന്നത്. ഇനി നിങ്ങൾക്ക്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 1-ാം പരാതിക്കാരി സുപ്രീം കോടതിയിൽ പരാതി കൊടുത്തപ്പോൾ നമ്മുടെ ചാനലുകൾ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിങ്ങനെയാണ്, നോക്കാം. മാർച്ച് 7-ാം തീയതി ഏഷ്യാനെറ്റ് ഓൺലൈനിലെ വാർത്തയാണ്. മാർച്ച് 7-ന് ഉച്ചക്ക് 1 മണിക്ക് അവർ പോസ്റ്റ് ചെയ്ത വാർത്തയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസ് ആദ്യ പരാതിക്കാരി സുപ്രീം കോടതിയിൽ എന്താണ് ആവശ്യം? ശ്രദ്ധിക്കണേ, ജാമ്യം റദ്ദാക്കണമെന്ന് ഹർജി എന്ന് പറയുന്ന വാർത്ത ആരാണ്? ഏഷ്യാനെറ്റാ കൊടുത്തത്. ഇന്ന് ഞാൻ നോക്കിയപ്പോഴേ സുപ്രീം കോടതി ജാമ്യം റദ്ദാക്കാൻ പറ്റില്ല, ഈ പരാതിക്കാരിയുടെ പരാതി തള്ളിയ വാർത്ത ഏഷ്യാനെറ്റ് കൊടുത്തപ്പോൾ ഈ വാർത്ത മാത്രമില്ല. സുപ്രീം കോടതി ഈ പരാതിക്കാരിയുടെ ഈ ആവശ്യം, ഈ ജാമ്യം റദ്ദാക്കണമെന്ന് പറയുന്ന ആവശ്യം അംഗീകരിച്ചില്ല എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ, അതായത് 2 ആഴ്ച മുമ്പ് ഇവർ കൊടുത്ത മാർച്ച് 7-ന് കൊടുത്ത വാർത്തയിൽ ജാമ്യം റദ്ദാക്കണമെന്ന് ഹർജി, ആ ഹർജി തള്ളിയിട്ട് അങ്ങനെ ജാമ്യം റദ്ദാക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ അതല്ലേ ഇന്ന് ഏഷ്യാനെറ്റ് പറയേണ്ടത്. പക്ഷെ ഏഷ്യാനെറ്റ് പറഞ്ഞില്ല. ഏഷ്യാനെറ്റ് മാത്രമല്ല, ആരും പറഞ്ഞില്ല, എല്ലാവരും വിഴുങ്ങി ആ വാർത്ത. അപ്പൊ അന്ന് 7-ാം തീയതി ഈ എന്താ പറയാ പരാതിക്കാരി സുപ്രീം കോടതിയിൽ ഈ പരാതി കൊടുക്കുമ്പോൾ ഈ ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്ത ഇങ്ങനെയാണ്. ഞാൻ തലക്കെട്ടാണ് നേരത്തെ വായിച്ചത്. വാർത്ത ഇങ്ങനെയാണ്: ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കേരള ഹൈക്കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ പരാതിയില് അല്ലെങ്കിൽ ഈ ഹർജിയില് പരാതിക്കാരി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി ഉൾപ്പെടെ 10ഓളം പേരെ പീഡനത്തിന് ഇരയാക്കി എന്ന പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിലുണ്ടെന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരി ആരോപിക്കുന്നു. മനസ്സിലായോ? സുപ്രീം കോടതിയിൽ ഈ 1-ാം പരാതിക്കാരി കൊണ്ടുകൊടുത്ത ഹർജിയിൽ പറയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു കുട്ടിയെ ഉൾപ്പെടെ, രാഹുൽ മാങ്കൂട്ടത്തെ പോക്സോ കേസിൽ പെടുത്താൻ വേണ്ടിയിട്ട് ആണ് ശ്രമം. ഒരു കുട്ടിയെ ഉൾപ്പെടെ 10 പേരെ, നമുക്ക് മുന്നിൽ ആകെ ഈ 3 പരാതികളല്ലേ, ഈ 3 പരാതികളും കള്ളപ്പരാതികളാണെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ 1-ാം പരാതിക്കാരി പറയുകയാണ്, വിവാഹിതയായ 1-ാം പരാതിക്കാരി പറയുകയാണ്, ഇപ്പോഴും വിവാഹിതയായി തുടരുന്ന 1-ാം പരാതിക്കാരി പറയുകയാണ് 10ഓളം പേരെ
10ഓളം പേരെ പീഡിപ്പിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടം. അതിലൊരു കുട്ടിയും കൂടിയുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എന്ന് പറയാം, അത്രയും സീരിയസ് ആയ രീതിയിലാണ് ഇവർ സുപ്രീം കോടതിയിൽ പരാതി കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദ് ചെയ്യണം. പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി ഉൾപ്പെടെ 10ഓളം പേരെ പീഡനത്തിന് ഇരയാക്കി എന്ന പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിലുണ്ടെന്ന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരി ആരോപിച്ചു. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിക്കുകയും ചെയ്തു എന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ആദ്യ ബലാത്സംഗ കേസിലായിരുന്നു മുൻകൂർ ജാമ്യം. ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യം അനുവദിച്ചത് നിയമവിരുദ്ധമാണെന്ന് ഹർജിയിൽ വാദിക്കുന്നു. രാഹുൽ മുൻകൂർ ജാമ്യത്തിൽ കഴിയുന്നത് തന്റെ ജീവന് ഭീഷണിയാണെന്നും പരാതിക്കാരി പറയുന്നു. ഹൈക്കോടതി രാഹുലിന്റെ ഹർജിയിൽ മിനി വിചാരണ നടത്തിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നുണ്ട്. കേസ് അന്വേഷണ ഘട്ടത്തിലാണെന്നും പരാതിക്കാരിക്കെതിരായ പരാമർശങ്ങൾ അനുചിതവും നിയമവിരുദ്ധവുമാണെന്നും ഇത് റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഹർജിയിൽ പരാതിക്കാരി ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടിരുന്നു. ഈ ഹൈക്കോടതിയുടെ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ തനിക്കെതിരെ ചില പരാമർശങ്ങളുണ്ട്. അതായത് പരസ്പര സമ്മതത്തോടെയായിരുന്നു ഈ എന്താ പറയാ ഈ ഗർഭഛിദ്രം തന്റെ അറിവോടെയായിരുന്നു തുടങ്ങിയ ചില പരാമർശങ്ങൾ നീക്കം ചെയ്യണം. ഇത് ഭാവിയിൽ കേസിൽ വാദം നടക്കുമ്പോൾ അത് തനിക്കെതിരെ ഒരു പ്രശ്നമായി തീരും, അതൊന്ന് ഒഴിവാക്കി കിട്ടണം എന്നും കൂടി ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് 7-ാം തീയതി നമ്മുടെ വാർത്താമാധ്യമങ്ങൾ കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കോടതി ഇതെടുത്ത് കണ്ട് തോട്ടിലിട്ടു, ഇതെടുത്ത് കണ്ട് കീറിയെറിഞ്ഞു, വലിച്ചെറിഞ്ഞു. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കാൻ പറ്റില്ല. 10 പേരെ പീഡിപ്പിച്ചു, കുട്ടി ഉൾപ്പെടെ എന്നൊക്കെ പറഞ്ഞ് എന്ത് തെളിവ് വേണ്ടേ, വല്ല തെളിവും വേണ്ടേ? സുപ്രീം കോടതി എടുത്ത് എറിഞ്ഞു. പക്ഷേ അത് നമ്മളെ ചാനലുകളൊന്നും വാർത്തയാക്കില്ല. പകരം ഇന്ന് ഞാൻ കൈരളി കണ്ടപ്പോൾ കൈരളിയുടെ 5 മിനിറ്റ് നേരം ഈ വാർത്ത, ഇതിൽ ഒറ്റ സെന്റൻസ് പോലും പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറയുന്ന പരാതിക്കാരിയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി എന്ന് കൈരളി പറയുന്നില്ല, ഏഷ്യാനെറ്റ് പറയുന്നില്ല. മറ്റ് ചാനലുകൾ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ 2 കാര്യങ്ങൾ നോക്കിയപ്പോൾ അതിൽ പറഞ്ഞില്ല. അത് പകരം അവർ പറയുന്നത് എന്താണെന്നറിയോ? ഈ പരാതിക്കാരിക്കെതിരായ ചില പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്ന് സുപ്രീം കോടതിയോട് പറഞ്ഞു. അത് സുപ്രീം കോടതി നീക്കം ചെയ്തു. അതോടെ രാഹുലിന് തിരിച്ചടി. ഞങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നമ്മുടെ മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് വാർത്തകളെ വളച്ചൊടിക്കുന്നതെന്ന്. അതായത് സുപ്രീം കോടതിയിൽ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയുടെ ഹൈലൈറ്റ് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദ് ചെയ്യണം. സുപ്രീം കോടതി പറഞ്ഞു ജാമ്യം റദ്ദ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള കാരണങ്ങളോ അതിനുള്ള തെളിവുകളൊന്നുമില്ല, ജാമ്യം റദ്ദ് ചെയ്യാൻ പറ്റൂല. എന്താ പിന്നെ അതല്ല പറയേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം. അതാണ് യഥാർത്ഥ വാർത്ത. അതാണ് ഫെനീന ഞാൻ പറഞ്ഞത്. ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ സുപ്രീം കോടതി തുണച്ചു. സുപ്രീം കോടതി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം, ഹൈക്കോടതി നൽകിയ ജാമ്യം അങ്ങനെ റദ്ദാക്കാൻ പറ്റില്ല. ഇതാർക്ക് അനുകൂലമാണ്? രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമല്ലേ? പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കില്ല. ഒരു മാധ്യമം കൊടുക്കില്ല. ദേശാഭിമാനി കൊടുക്കില്ല, കൈരളി കൊടുക്കില്ല, റിപ്പോർട്ടർ കൊടുക്കില്ല, ഏഷ്യാനെറ്റ് കൊടുക്കില്ല, മാതൃഭൂമി കൊടുക്കില്ല, മനോരമ കൊടുക്കില്ല, ആരും കൊടുക്കില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം സൈക്കോപാത്താണ്. ഇവരാണ്ട് വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് എന്താ പറയാ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇയാൾ വ്യഭിചാരിയായിരുന്നു. ഏതായാലും പിണറായി വിജയൻ പണ്ട് പറഞ്ഞത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, ലൈംഗിക വൈകൃതക്കാരൻ, അല്ലെ, ലൈംഗിക വൈകൃതക്കാരൻ, സൈക്കോപാത്ത് എന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പൊ പിന്നെ അതൊന്നും പറയുന്നത് പേരെ വ്യഭിചാരി എന്ന് പറയുന്നത്. വ്യഭിചാരി, ഇയാൾ നാട് നീളം വ്യഭിചരിക്കുകയാണെന്ന് പറയുന്നത്. ഇതാണ് മാധ്യമങ്ങളുടെ ഒരു നൈതികത. നമ്മുടെ മാധ്യമങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഒരു നൈതികതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവസാനം ഈ ഫെനീന ഞാൻ പറഞ്ഞിടത്തേക്കാണ് വരുന്നത്. സത്യം ജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എത്രമാത്രം മൂടി വെക്കാൻ ശ്രമിച്ചാലും സുപ്രീം കോടതി വിധി പോലും നിങ്ങൾ മൂടി വെക്കുകയാണ്, അല്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് സുപ്രീം കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ ഒപ്പം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പറയാ ഈ പറയുന്ന പരാതിക്കാരി, 1-ാം പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നൽകിയ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പരാതി സുപ്രീം കോടതി തള്ളി. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും ജാമ്യം അങ്ങനെ റദ്ദാക്കിയില്ല. ഇതല്ല വാർത്ത. അതിന് പകരം എന്താ പറയുന്നത്? അത് പറയുന്നില്ല. ഒരു സാമാന്യ വരുന്നത് അവസാനം തന്നെ പറയുന്നില്ല. അതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി. കാരണം എന്താ? കാരണം ഈ പരാതിക്കാരിക്കെതിരായ ചില പരാമർശങ്ങൾ ഈ മുൻകൂർ ജാമ്യ വിധിയിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. അത് 2-3 പാരഗ്രാഫ് ഉണ്ട്. അത് സുപ്രീം കോടതി ഒഴിവാക്കി കൊടുത്തു. അതിലെന്താ കാര്യം?
അതിലെന്താ കാര്യം? മുൻകൂർ ജാമ്യ വ്യവസ്ഥയിലെ മുൻകൂർ ജാമ്യ വിധിയിലെ ഈ പരാതിക്കാരിക്കെതിരായ ചില പരാമർശങ്ങൾ അതുകൊണ്ടല്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് കാര്യം? അത് ഒഴിവാക്കിയില്ലല്ലോ. അടുത്ത ഈ വിചാരണ വരുമ്പോൾ വിചാരണ ഘട്ടത്തിൽ ഈ ജാമ്യ ഹർജിയിലെ ഈ പരാമർശങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളല്ലല്ലോ വിചാരണയിൽ വരിക. വിചാരണയിൽ വളരെ കൃത്യമായി കൂടുതൽ തെളിവുകൾ രാഹുൽ നൽകും. അതോടുകൂടി പരാതിക്കാരികളൊക്കെ കണ്ടം വഴി ഓടേണ്ടി വരും. പരാതിക്കാരികൾ മാത്രമല്ല, ഈ പരാതിക്കാരികളുടെ പിന്നിൽ പ്രവർത്തിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരും, ഈ പറയുന്ന കോൺഗ്രസിലെ രാഹുലിനെ വെട്ടിവീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചവരും ഒക്കെ എല്ലാവരും വെളിച്ചത്താകും. ഏതായാലും ഫെനി നയനൻ രാവിലെ പറഞ്ഞപ്പോൾ ഇത് ഇത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് ഞാൻ അവസാനം ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെയൊക്കെ മാധ്യമങ്ങളുടെ ഒരു മാധ്യമ ധർമ്മം കഷ്ടം തോന്നുകയാണ് ഇവരോട് കേട്ടോ. നമ്മള് എന്താ പറയാ, വാർത്തകൾ ചെറിയ രീതിയിലൊക്കെ ചില പത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ചൊടിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ പൂർണ്ണമായി എന്താ പറയാ, പൂർണ്ണമായി പറയാതിരിക്കുക അല്ലെ. ഒരു സുപ്രീം കോടതി വിധി പോലും ഇത്ര കാലം നിങ്ങൾ രാഹുലിനെ വേട്ടയാടി അല്ലേ? എത്ര കാലം? ദിവസങ്ങളോളം സൈക്കോപാത്ത് ലൈംഗിക വൈറസ്കാരെന്ന് പറഞ്ഞ ചർച്ചയല്ലേ? എന്നിട്ട് പരമോന്നത കോടതി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദ് ചെയ്യാൻ പറ്റില്ല. അതല്ലേ ഏറ്റവും വലിയ വാർത്ത? അതല്ലേ 3 പരാതിക്കാരികൾ അല്ലേ? 3 പരാതിക്കാരികൾ സുപ്രീം കോടതി വരെ പോയി. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് 10 പേരെ പീഡിപ്പിച്ചു. അതില് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മതി ഒരാൾക്കെതിരെ വെറുതെ ഇങ്ങനെ പരാതി പറഞ്ഞാൽ മതിയോ? തെളിവുകൾ വേണ്ടേ? എത്ര കാലം നിങ്ങൾക്ക് കോടതികളെ പറ്റിക്കാൻ പറ്റും? 1-ാം പരാതിക്കാരി കല്യാണം കഴിച്ചിട്ടും വിവാഹിതയായിട്ടും അക്കാര്യം ഒന്നും പറയാതെ അവസാനം പുറത്തു വന്നപ്പോ അത് ഞാൻ ഒഴിഞ്ഞു. ഇതെന്താ? എവിടെ നമ്മൾ കേട്ടിട്ടുണ്ട് വിവാഹം കഴിച്ച് 4 ദിവസം കഴിച്ചിട്ട് ഞാൻ ഒഴിഞ്ഞു എന്ന് പറയാ? അത് നിയമപ്രകാരം ഡിവേഴ്സ് നടത്തണ്ടേ? അങ്ങനെ ഒരു ഡിവേഴ്സ് നടത്താതെ ഇപ്പോഴും ആ 1-ാം പരാതിക്കാരിയുടെ ഭർത്താവ് വീണ്ടും കോടതിയിൽ പോയിക്കാണ്. രാഹുൽ മാങ്കൂട്ടന്റെ കുടുംബം തകർത്തു. അത് വേറെ രസം. രാഹുൽ മാങ്കൂട്ടന്റെ കുടുംബം തകർത്തു. ഇങ്ങനെ അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണെന്ന് പറയുന്നത് പൊതുസമൂഹം ഈ വാർത്തകൾ പത്രത്തിൽ നിന്നും ഈ പറയുന്ന ഈ ചാനലുകൾ ഉണ്ടല്ലോ, പരമ്പരാഗത ചാനലുകൾ, ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മനോരമയോ മാതൃഭൂമിയോ റിപ്പോർട്ടറോ, ഇതൊന്നും അല്ലാന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ജനങ്ങൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തങ്ങളായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവർക്ക് കാര്യങ്ങൾ അറിയുന്നു. ഫേസ്ബുക്കിലും വാട്സപ്പിലും കൃത്യമായ കാര്യങ്ങൾ അവർ അറിയുന്നു. എത്ര കാലം നിങ്ങൾക്ക് ഇവരെങ്ങനെ പൊട്ടംകളി കളിപ്പിച്ച് പറ്റിക്കാൻ പറ്റും? എന്ത് വൃത്തികേടാണിത്? ഇനി അവസാനം ഈ 3 കേസും എന്താ പറയാ തള്ളിക്കൊണ്ട് പരമോന്നത നീതിപീഠം രാഹുൽ മാങ്കൂട്ടം എന്താ പറയാ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പോലും ഇവർ മിണ്ടില്ല, റിപ്പോർട്ട് ചെയ്യില്ല. അപ്പോഴും ഒരു പക്ഷെ പറയും കൈരളി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടി. എന്ത് തിരിച്ചടി? ഇത് തിരിച്ചടിയാ? നല്ലത് തന്നെ മക്കളെ, നല്ലത് തന്നെ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുപോലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.